ഹായ് ഫ്രണ്ട്സ്, രഞ്ജിയാണ്. വെൽക്കം ടു രഞ്ജിസ് പാഠശാല. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫിനാൻഷ്യൽ അഡ്വൈസറോ ഇൻഷുറൻസ് അഡ്വൈസർ ആണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മുന്നിൽ ഷെയർ ചെയ്യുക. കാരണം ഇൻഷുറൻസ് റിലേറ്റഡ് ആയ ഫിനാൻഷ്യൽ മാർക്കറ്റ് റിലേറ്റഡ് ആയ കുറേ ഇൻഫർമേഷൻസ് നോളജാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഐ ആം എ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എൻ്റെ വർക്കിംഗ് ആസ് എ ട്രെയിനർ ആസ് വെൽ. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. GST നമ്മളെല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് 22-ാം തീയതി സെപ്റ്റംബർ 22 മുതൽ നമ്മൾ GST വലിയ മാറ്റങ്ങൾ വരികയാണ്. എസ്പെഷ്യലി ലൈഫ് ഇൻഷുറൻസിലും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിലും GST അനുവദിച്ച് 0% ആയിരിക്കും. അപ്പോൾ ഈ GST നിലവിൽ വന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വന്നത് 2017 അപ്പോൾ അതിനു മുന്നിൽ നമ്മളെ ടാക്സിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വൺ നേഷൻ വൺ ടാക്സ് എന്നൊരു ആശയത്തോടനുബന്ധിച്ചിട്ട് വന്നതാണ് GST. അപ്പോൾ ആ സമയത്ത് കുറേ ബുദ്ധിമുട്ടുകളും കുറേ ഇഷ്യൂസൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 22 മുതൽ GSTയിൽ കുറേ മാറ്റങ്ങൾ. ഇപ്പോൾ GST 2.0 എന്നുള്ള തരത്തിലാണ് റിഫോംസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് 18% ആയിരുന്നു ഇതുവരെയുള്ള GST. അത് കംപ്ലീറ്റ്ലി 0 ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയി ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം സാധാരണ ഇതുവരെ 10,000 രൂപ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന ഒരാൾക്ക് 11,800 രൂപ അടക്കേണ്ട അവസ്ഥയാണ്. 30,000 രൂപ ഒരു ഫാമിലി ഇൻഷുറൻസ് എടുക്കാനൊക്കെ 35,400 രൂപ അടക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറാണ്, കുറച്ചും കൂടി അഫോർഡബിലിറ്റി വന്നു. അതേപോലെ ലൈഫ് ഇൻഷുറൻസിലാണ് അതും കംപ്ലീറ്റ്ലി 0% വന്നിരിക്കുകയാണ്. ടേം ഇൻഷുറൻസിന് 18% ആയിരുന്നു. ഇനി മുതൽ അവർക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ യങ്സ്റ്റേഴ്സിനെ കൃത്യമായിട്ട് ടേം ഇൻഷുറൻസിലേക്ക് വരാം. അവർക്ക് കൃത്യമായിട്ട് അഫോർഡബിൾ ആയി വരികയാണ്. അപ്പോൾ നമ്മൾ ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ നമ്മൾ ഈ കാര്യം കൃത്യമായിട്ട് കസ്റ്റമർ മുന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ മെഡിക്കൽ വന്നത് സംബന്ധിച്ച് 5% എന്നുള്ള ചില കേസസ് ഉണ്ടോ, അല്ലെങ്കിൽ 12% മെഡിക്കൽസ് 0%ലേക്ക് വന്നിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ച് വലിയൊരു ഗുണമാണ്. അതുപോലെ 40% എന്നുള്ള സ്ലാബ് ഉണ്ട്. പക്ഷെ അതിൽ തന്നെ ലക്ഷറിയസ് പ്രൊഡക്ട്സിനും ടൊബാക്കോസിനൊക്കെയാണ് ആ ഒരു സ്ലാബിൽ വരുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ ജനങ്ങളെ സംബന്ധിച്ച് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് കുറെ എമൗണ്ട് അവരെ കയ്യിൽ ഒരു മിച്ചം വരാനുള്ള സാധ്യതയുണ്ട്. ആ മിച്ചം വരുന്ന എമൗണ്ട് ഏത് തരത്തിൽ അവർ വീണ്ടും ചെലവാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു തരത്തിൽ അവർക്ക് ഓവർ എക്സ്പെൻസീവ് വിലയ്ക്ക് കടക്കാം, വീണ്ടും കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാം. അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് കൃത്യമായിട്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ്. ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ നമ്മൾ എന്താ ചെയ്യുക? അവരെ മുന്നിൽ പോകുന്നു, അവർക്ക് കൃത്യമായിട്ട് ഇതിലൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ചാർട്ട്, കൃത്യമായിട്ട് മന്ത്ലി ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത്രയും എമൗണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു മിച്ചം വരും. ഈ ഒരു പുതിയ GST റിഫോംസിലൂടെ അത്രയും എമൗണ്ടിൽ ചെറിയൊരു പാർട്ട് നമുക്ക് മാറ്റി വെക്കാം. അതൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരും. ഫ്യൂച്ചറിൽ അവർക്ക് ഒരു നല്ലൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇപ്പോൾ GST സംബന്ധിച്ച മറ്റൊരു കാര്യം, നമ്മൾ 22-ാം തീയതി മുതലാണ്. അപ്പോൾ 22-ാം തീയതിക്ക് ശേഷം എടുക്കുന്ന പോളിസീസിന് മാത്രമാണ് GST എക്സംഷൻ വരുന്നത്. അതേപോലെ റിന്യൂവൽ കേസസിലാണെങ്കിലും 22-ന് ശേഷമുള്ള റിന്യൂവലിന് കൃത്യമായിട്ട് നമുക്ക് GST എക്സംഷൻ ഉണ്ടാവും. സപ്പോസ് നിങ്ങളൊരു പേയ്മെന്റ് അടക്കേണ്ടത് 15-ാം തീയതിയാണ്, നിങ്ങൾ 22-ന് ശേഷം അടച്ചതുകൊണ്ട് നിങ്ങൾക്ക് GST എക്സംഷൻ കിട്ടില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആസ് എൻ അഡ്വൈസർ നമ്മൾ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതായത് നമ്മുടെ ഡേയ്സ് ഓഫ് ഗ്രേസിൽ നമ്മൾ GST എക്സംഷൻ വരുന്നില്ല, അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷൻസിൽ ആസ് എൻ അഡ്വൈസർ നമ്മൾ എല്ലാവരും കൃത്യമായി മീറ്റ് ചെയ്യുന്നു. GSTയുടെ കുറേ പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങളും അവരെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹാവ് എ ഗ്രേറ്റ് സെയിൽ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിലിംഗ് ഒക്കെ നിങ്ങൾക്ക് അത് പ്രൊഡക്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതിനനുസരിച്ച് കൃത്യമായ പോസ്റ്റിങ്സും വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.